തനിക്ക് ആ പെണ്ണിനെ മനസ്സിലായോ? ഇല്ല. പട്ടാളക്കാരൻ പപ്പന്റെ 2ാം കെട്ടിലുള്ള മോളാ. അടുത്ത ആഴ്ച കല്യാണം നിശ്ചയിച്ചിരിക്കുക. ചെറുക്കം ബോംബെ എന്നുള്ളതാ. കഷ്ടം. എന്താ ഇത്ര കഷ്ടം? ഒരു കഷ്ടവും ഇല്ല. താമസിയാതെ കേക്കാം. സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരിച്ചെന്നോ റെഡ് സ്ട്രീറ്റിൽ അകപ്പെട്ടെന്നോ ഒക്കെ. നാക്കെടുത്ത് വളച്ചാ എന്തെങ്കിലും നല്ല 2 വർത്തമാനം തന്റെ വായിന്ന് കേട്ടത് എനിക്ക് ചത്താ മതിയായിരുന്നു. ഇപ്പോഴേ അതിന് തയ്യാറാകുന്നതാണ് നല്ലത്. കരൾ വീക്കമല്ലേ തനിക്ക്, കാലപ്പഴക്കത്തേക്കില്ല. ഒരു മിനിറ്റ് വിൽസാ. അയ്യോ വിൽസ് ഇല്ല. അല്ലെങ്കിൽ എപ്പോഴാണ് തന്റെ വിൽസ് കാണുന്നത്? നമ്മുടെ മമ്മയുടെ കുറിച്ചിട്ടി ഒന്ന് വീണോട്ടെ. അങ്ങനെയാണെ ഒരു കാലത്ത് ഇവിടുന്ന് വിൽസ് കിട്ടാൻ പോകുന്നില്ലെന്നർത്ഥം. വേറെ ഏതൊക്കെ സീറ്റുണ്ട്? ഇപ്പൊ ഒന്നുമില്ല, പയ്യൻ ടൗണിന്ന് പറയണം. നല്ല തെറുപ്പ് പേടിയുണ്ട്, സീർട്ടിന്റെ കൂട്ടിലിട്ട് തരാം. അത് തന്നെ താനെ വലിച്ചാ മതി. ആ? പീതാമ്പൻ ഇങ്ങോട്ട് വന്നോ? ഇങ്ങോട്ട് വന്നില്ല, അങ്ങോട്ട് കെട്ടിയെടുക്കുന്ന കണ്ടു. എങ്ങോട്ടാ പോയത്? അത് ഗണിച്ചു പറയാൻ ഞാൻ കണിയാനല്ലല്ലോ സുഗുണ. പാമ്പ് കടിച്ചു മരിച്ച കർണന്റെ മോളുടെ കല്യാണ പിരിവുമായി രാവിലെ വീട്ടിൽ വന്നിരുന്നു. എനിക്കും കണ്ടിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എവിടെ ചെന്ന് അന്വേഷിക്കാനാ? സദ്ദാം ഹുസൈനും ജോർജ് ബുഷും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ. സദ്ദാം പിടിച്ചു, ബുഷ് ബോംബിട്ടു. എടോ, കുടിവെള്ളത്തിന്റെ 5-6 കുപ്പിയും ബാഗിലിട്ടോണ്ട് രാഖി രാമാനം സൗദി കൂടെയും ജോർദാനി കൂടെയും ഇറാഖി ഭടന്മാരുടെ കണ്ണും വെട്ടിച്ച നെട്ടോട്ട ഓടി അങ്ങോട്ട് പോന്നത്. വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. പണമില്ലാതെ ഇവിടെ വന്നതിന് പിണമായിട്ടേ ജീവിക്കാൻ പറ്റൂ. ഇവിടെ അരിയില്ല, തുണിയില്ല, ജോലിയില്ല, മായം ചേർക്കാത്ത മദ്യമില്ല. പിന്നെ എങ്ങനെ ജീവിക്കും? കുവൈറ്റിലെ കമ്പനിക്കാര് എന്നെ തിരിച്ചു വിളിക്കും എന്നൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ജോക്കി ഒന്നേ ഒരു കാര്യം പറട്ടെ. കാലത്തെ തുടങ്ങിയോ? കാലത്ത് കുടിക്കാൻ പാടില്ലെന്ന് ഭരണഘടന പറഞ്ഞിട്ടില്ല. കളിയാക്കരുതേ. കുവൈറ്റിൽ നിന്നുള്ള വിളി ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് മനുഷ്യന്റെ അന്തരംഗം നീറി പടരുക. ആ തീ അണയ്ക്കാനുള്ള സ്വല്പ തെളിനീര അകത്തടിച്ചോണ്ടിരുന്നത്. മനസ്സിലായോ? വന്ന കാര്യം പറ. പീതാംബരനെ കണ്ടോ? പീതാംബരം ഒരു മായയായിട്ട് എങ്ങോ മറഞ്ഞു. തന്റെ കൂടെ പോകുന്നതാണല്ലോ അറിവ്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? പീതാംബരനൊന്ന് അത്യാവശ്യം അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ജോക്കിക്ക് കൂടി പ്രയോജനം ഉണ്ടാവണം. ആദ്യം ഒരു 100 മില്ലി ഓർഡർ ചെയ്യും. അതൊരു പ്രശ്നമാക്കണ്ട. പീതാംബരനെ കാണിച്ചു തന്നിട്ട് ജോക്കിക്ക് 100-200 മേടിച്ചു തരാം. അത് ശരിയാ. ജോലി ചെയ്തിട്ടേ കൂലി വാങ്ങിക്കാവുന്ന കുവൈറ്റിലെ നിയമം. വാ തങ്കപ്പ, അടിച്ചോണ്ടിരുന്നോ, ഞാൻ ഇപ്പൊ വരാം. അതുപോലെ എന്നെ ഇവിടെ ഇറക്കിയ. ഒരു സോഡ ഇങ്ങെടുത്തോ. ഇതെന്തോടോ ബ്രേക്ക് ഡാൻസോ? ബ്രേക്ക് ഡാൻസ് ഒന്നുമല്ല. ഷോപ്പില് സോഡ ഇല്ലായിരുന്നു. ഒന്നും ചേർക്കാതെ 2 ലാർജ് അടിച്ചു. സോഡ ഉള്ളിച്ചെന്ന് അതുമായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. മിക്സ് ആവാനോ? ആ, ഓ, തലയ്ക്ക് മദ്യം പിടിച്ചല്ലേ? മദ്യം പിന്നെ തലയ്ക്കല്ല നടുവിനാണോ പിടിക്കുന്നത്? ശാന്തപ്പ, ഞാൻ മമ്മയടുത്ത് പറഞ്ഞ് ഇത്തവണത്തെ ചിട്ടി തനിക്ക് പിടിച്ചേരും. വേണ്ട, വേണ്ടേ? കിട്ടുമ്പോ മതി. ഈ പേരും പറഞ്ഞ് എന്നെ കൊണ്ട് കുപ്പി വാങ്ങിപ്പിക്കാനല്ലേ? തനിക്കും ബുദ്ധി വന്നു തുടങ്ങിയോ ശാന്തപ്പ? ഫുള്ള് വേണ്ട, ഹാഫ് മതി. നടപ്പില്ലേ യോക്കി? ദേ അച്ഛനാര് വരുന്നു, ഒന്ന് വളച്ചു നോക്ക്. അച്യുതനാര് വളയണമെങ്കിൽ അയാളുടെ ദേഹത്ത് മയിലെണ്ണ വരട്ടണം. ഈ ആളുകളെ കൊണ്ട് ഞാൻ തോറ്റു. എല്ലാവർക്കും ഞാൻ തന്നെ വേണം അധ്യക്ഷനായിട്ട്. ഇന്ന് പഞ്ചായത്തിന്റെ വക ആട് വിതരണം, അധ്യക്ഷൻ ഞാൻ. നാളെ അമ്പലപ്പുഴ പ്രിയദർശന്റെ കവിതാപുസ്തകം പ്രകാശനം, അതിനും അധ്യക്ഷൻ ഞാൻ. വിട്ടോടിപ്പോയാലോ എന്ന് ആലോചിക്കാം. ചേട്ടന്റെ കോരിത്തരിപ്പിക്കുന്ന പ്രസംഗം ആളുകൾക്കൊരു ഹരമാ. അതൊക്കെ ശരിയാ ശാന്തപ്പ. പക്ഷെ എല്ലാത്തിനും വേണ്ട ഒരു അതിർ വരുമ്പ്. എനിക്കാണെങ്കിൽ പഴയതുപോലെ മേലാൻ താനും. അല്ല, ഉമ്മണി ആശാനെ കാണാനില്ലല്ലോ. ആശാൻ ചെറുപ്പം നിർത്തി പോയോ? ആശാന്റെ മോക്കൊരു കല്യാണാലോചന. ഓഹോ. അതിന് പീതാമ്പന്റെ അന്വേഷിച്ച് പോയിരിക്കുക. പീതാമ്പനാണോ വരൻ? പീതാമ്പൻ നല്ല വരൻ. പിന്നെ അവൻ എല്ലാളോ? ഒരു സഹായി. സഹായി? എന്ത് സഹായി? ഒരു പൊതുയോഗോ മീറ്റിംഗോ പ്രസംഗമോ സംഘടിപ്പിക്കാൻ കഴിയാത്ത അവനെന്ത് സഹായിയാടോ? നേരാ, അങ്ങനെയുള്ള വട്ടൊന്നും പീതാംബരനില്ല. പ്രസംഗത്തിലല്ല, പ്രവർത്തനത്തിലാ പീതാംബരന് താല്പര്യം. എന്ത് പ്രവർത്തനത്തിനും ആവേശം വകാൻ ഒരു പ്രസംഗം അത്യാവശ്യമാണ് ചൊക്കി. എന്റെ പേര് ചൊക്കിന്നല്ല, ജൊക്കിന്ന. എല്ലാം കണക്ക് തന്നെ. അല്ലെങ്കിൽ തന്നെ മഹാന്മാരെന്താ ചോദിച്ചിരിക്കുന്നത്? പേരിൽ എന്തിരിക്കുന്നു വിഭവം? ജോ എന്നുള്ളത് ചോ ആക്കി, അതിലെന്താ? എന്നാലേ ഞാനൊരു കാര്യം ചെയ്യാം. അച്യുതൻ നായർ എന്ന പേരില്ലേ അങ്ങോട്ട് മാറ്റിക്കളയാം. ഓ, നിനക്കൊരെല്ലു കൂടുതലാ. അതെയാ? ചെറുക്കൻ ഇത്തിരി കള്ളു കുടിക്കുന്നതോ വഴക്കുണ്ടാക്കുന്നതോ ഒന്നും സാരമില്ല. പക്ഷേ ഓവറാകരുത്. പെണ്ണിനെ ഇടിക്കരുത്. വല്ലതിന്റെ മോളാണെങ്കിൽ ഏത് വൃത്തികെട്ടവന്റെ കൂടെയും പോട്ടെ എന്ന് വെക്കാമായിരുന്നു. പക്ഷെ ഇതെന്റെ സ്വന്തം മോളായി പോയില്ലേ. കള്ളുകൂടിയും കുഴപ്പമില്ലെന്നാണോ? എന്ത് കുഴപ്പം?
എനിക്ക് അങ്ങനെ അതിമോഹമൊന്നുമില്ല പീതാംബര. നീ തന്നെ പോയി അന്വേഷിച്ചാലേ എനിക്കൊരു സമാധാനാവും. ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന നാരായണന്റെ വീട് ഏതാണെന്ന് ചോദിച്ചാ മതി. സമയവില്ലാസ്. ആഹാ, ആശാൻ പോയില്ലായിരുന്നു. ഞാൻ ചായ എടുത്തില്ല. കുഴപ്പമില്ല, ഞാൻ കാത്തിരിക്കാ. ആ ചായ അങ്ങോട്ട് കൊടുക്കമ്മേ. ഏതാട്ടെ എന്തായി കല്യാണ പ്രശ്നം? പീതാംബരം പോയെന്ന് അന്വേഷിക്കണം. വേറെ തിണ്ടികൾ അയക്കാവെന്ന് വെച്ചാല് വണ്ടി കൂലി, ഊണ് കാശ്, വട്ടച്ചെലവ് ഇതൊക്കെ ചോദിക്കാം. ആ, അത് നേരെ. ഇവനാവുമ്പോ പിന്നെ അതൊന്നും വേണ്ട. അഭിമാനിയാ. അപ്പൊ പിന്നെ എപ്പോഴാ പീതാംബര പോണേ? നാളെ പോവാം. പോയിട്ട് വരുന്ന വഴിക്ക് എന്റെ വീട്ടിലോട്ട് കേറിയാ മതി. തീർന്നു. പോട്ടെ അമ്മേ. ബാലൻസ് കിട്ടാണ്ടേ? തരാം. ബാക്കി കിട്ടിയില്ല. ആ ടിക്കറ്റ് ഇങ്ങെടുത്ത്. ഒരു 80 പൈസ ഇവിടെ കൊടുത്തേ. ഇയാക്കോ? അതെ, ഇയാൾക്ക്. വാ, ഞാൻ മാറ്റാം. അതൊക്കെ ഞാൻ മാറ്റിത്തരാം. താൻ വാ. അല്ല, എങ്ങോട്ടാ? ചില്ലറ മാറണ്ടേ? ഇവിടെ ചോദിക്കാം. ഇവിടെ എങ്ങും ചില്ലറ കാണത്തില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം മേടിക്കണം. നിങ്ങൾക്കോ എനിക്കോ പ്രയോജനമുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലതാനും. വാ. അല്ല, 80 പൈസയല്ലേ, സാരമില്ലേ. എന്ന് വെച്ചാൽ? എന്നുവെച്ചാ പിന്നെ തന്നാ മതി. പിന്നെയോ? ഞാൻ 80 പൈസക്ക് തന്റെ കടക്കാരനാവണോ? അത് സാരമില്ല അമ്മാവ. അത് സാരം ഉണ്ട് വരുമാനെ. താൻ വലിയ രാഷ്ട്രീയ ഒക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ അഭിമാനിയാ. 80 പൈസ തരാതെ തന്നെ വിടുന്ന പ്രശ്നമേ ഇല്ല. വാ. എന്താ വേണോ? എനിക്കോ? എനിക്ക് വേണ്ട. എന്നാ ഒരു കാര്യം, താനേ ഈ കുടയൊന്ന് പിടിക്ക. വെയിൽ കൊള്ളണ്ട. ഞാനിപ്പ വരാം. ഇവിടെയും ചില്ലറയില്ല. എനിക്ക് സ്വല്പം ധൃതിയുണ്ട്. ചില്ലറ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. ബുദ്ധിമുട്ടാ എന്ന് വിചാരിച്ച് ഞാൻ കടക്കാരനാവണോ? ഒന്നും സമ്പാദിച്ചില്ലേലും ഇതുവരെ ആരോടും കടം പറയേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല. ഒരു 10 ചുവട് അങ്ങോട്ട് വെച്ചാൽ വീടായി. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഇടപാട് തീർക്കാനുള്ള ചില്ലറ അവിടെ കാണും. വാ. കൊട 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 ഇരിക്കട്ടെ, എനിക്ക് തന്നെ വിശ്വാസ. ഇതാണ് വീട്. നേരെ. മോളെ ഇന്ദു, ഇന്ദു. അയ്യോ അച്ഛാ, അച്ഛനിത് എന്ത് പറ്റി? ഇദ്ദേഹം പാടത്തുനിന്ന് വീണു. അകത്തോണ്ടേ കിടത്താം. വേണ്ട, മരുന്ന് കഴിച്ചോണ്ടിരുന്ന മനുഷ്യനെ മൂക്കറ്റം കുടിപ്പിച്ചിട്ട് താങ്ങി എടുത്തോണ്ട് വന്നിരിക്കുന്നു. തന്നെ ഇത് എവിടുന്ന് കെട്ടിയെടുത്തു? പഴയ ശിൽബന്ധിക്കാരെയൊക്കെ പറഞ്ഞു വിലക്കിയപ്പോ പുതിയൊരു ബന്ധം. കുടിക്കണമെങ്കിൽ തരക്കാരുമായിട്ട് പോരെ? വെറുതെ എന്തിനാ പ്രായമായവരെ വലിക്കുന്നത്? അയ്യോ, വെള്ളമില്ലായിരുന്നു പോയി എടുക്കായിരുന്നു. ഇറങ്ങി ഇടുന്ന ആയില്ല. അയ്യോ, എനിക്ക് പേടിയാ. പീതാംബരച്ചേട്ടൻ പോണു. പീതാംബരച്ചോട്ട് പോയി പറ, എടുത്തു വരും.
ആ ബോളൊന്നും എടുത്തു തരോ മരണയ്ക്ക് പേടിയാണെന്ന് ഞാൻ വരാം. പീതാംബരേട്ടൻ നീന്താൻ അറിയാവോ? ഒരു ചെറിയ പന്തെടുക്കുന്നതിന് എന്തിനാ നീന്തുന്നത്? പിടി. ഇത് എടുത്തോണ്ട് വരട്ടാ. നേരത്തെ എനിക്ക് നീന്താൻ അറിയായിരുന്നു, ഇപ്പൊ ഞാൻ മറന്നുപോയി. ചേട്ടാ നന്നായിട്ട് നീന്തുന്നല്ലേ? നീന്തണ്ട. മുഖത്തയ്യോ കാണുന്നില്ലല്ലോ. പീതാംബരൻ ചേട്ടാ, പീതാംബരൻ ചേട്ടാ, പീതാംബരൻ ചേട്ടാ. പീതാംബരൻ ചേട്ടാ. പേടിച്ചു പോയി ഞാൻ. ആരാ എന്നെ രക്ഷിച്ചത്? ഞങ്ങളാ. നിങ്ങൾക്ക് നീന്താൻ അറിയായിരുന്നെങ്കിൽ പന്ത് നിങ്ങൾക്ക് തന്നെ അങ്ങ് എടുത്താ പോരായിരുന്നോ? നിക്കർ നനയ്ക്കണ്ടെന്ന് ചെറങ്ങാഞ്ഞതാ. എന്നെ രക്ഷിച്ചതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടും. ഞാൻ അപേക്ഷ എഴുതിത്തരാം.